Hi all, welcome back to Come Learners YouTube channel. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്നുള്ള ടോപ്പിക്കിനെയാണ് പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഇലക്ട്രോളിസിസ്? അത് നമുക്ക് വേർഡ്സ് വഴി സ്പ്ലിറ്റ് ചെയ്തിട്ട് നോക്കാം അല്ലേ. ലൈസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സ്പ്ലിറ്റിംഗ് അല്ലേ. അതെ, സ്പ്ലിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ. സോ ഇലക്ട്രോ മീൻസ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബേസ് ചെയ്തിട്ട് സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ടറിനാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രോലൈസിസ് സംഭവിക്കുന്നത്. അപ്പോൾ വാട്ടറിന് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഗോ ടു ദ ഫസ്റ്റ് സ്ലൈഡ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം അല്ലേ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് സ്ലൈഡ്, ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ. ഇതിൽ ആദ്യം ഞാൻ ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് യൂസിങ് ഇലക്ട്രിസിറ്റി ടു ഡികമ്പോസ് വാട്ടർ. വാട്ടറിനെ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തുണ്ടാവുക? അതിന്റെ കോൺസ്റ്റുവൻസ് എന്താ? വാട്ടറിൽ എന്താ? H2O, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സോ ഹൈഡ്രജനും ഓക്സിജനുമാണ് അതിലത്തെ എലമെന്റ്സുകൾ ഡീകമ്പോസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നത്. സോ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ പ്രൊഡ്യൂസ്ഡ്, which is a non-spontaneous reaction. What do you mean by non-spontaneous? Non-spontaneous is nothing but it requires an input of energy. Input energy, നമ്മൾ എനർജി അവിടെ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. So it is a non-spontaneous type of reaction. And electrolytic cell. What do you mean by electrolytic cell? Electrolytic cell എന്ന് പറയുമ്പോൾ ഇലക്ട്രോളിസിസ് പ്രോസസ്സ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന സെല്ലിനെയാണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയും. അവിടെ എന്താണ്? 2 ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. ആനോഡ് ഉണ്ടായിരിക്കും, കാഥോഡ് ഉണ്ടായിരിക്കും. ആനോഡിൽ എന്താ ടേക്ക് പ്ലേസ് ചെയ്യുക? ഓക്സിഡേഷൻ അല്ലേ. കാഥോഡിൽ റിഡക്ഷൻ. ഓക്കെ, ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോലൈറ്റ്? ഇലക്ട്രോലൈറ്റ് എവിടെ ഉപയോഗിക്കുന്നത്? വാട്ടർ ആണ്. പക്ഷെ വാട്ടർ വിച്ച് ഈസ് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സോ ഇവിടെ ഇലക്ട്രോലൈറ്റ് നമ്മൾ അഡീഷണലി ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, കുറച്ചും കൂടി കണ്ടക്റ്റിംഗ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ആസിഡോ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് സാൾട്ടുകൾ നമ്മൾ ആഡ് ചെയ്യും. സോ അതാണ് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് അപ്ലിക്കേഷൻസ് ഇതിനുണ്ട്. അതെന്താണ്? ഇവിടെ നിന്ന് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സോ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിയാക്ഷൻ വഴി. ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എൻ ഡിസിൻഫെക്റ്റൻറ്റ് ആൻഡ് ക്ലീനിങ് ഏജൻറ്റ്. ഇങ്ങനെയൊക്കെയുള്ള അപ്ലിക്കേഷൻസ് ആണ് ഇതിന് വരുന്നത്. സോ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഡെഫിനേഷൻ എന്താണെന്നും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, വിച്ച് ഈസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, അങ്ങനെയുള്ളത്. പിന്നെ എന്താണ് ഇലക്ട്രോലൈറ്റിക് സെൽ, എന്താണ് ഇലക്ട്രോലൈറ്റ്, ദെൻ ഇതിൻ്റെ ഫ്യൂ അപ്ലിക്കേഷൻസ്. ഇപ്പം ഇത്രയും ആയ ഈ സ്ലൈഡ് ആയിട്ടോ. ദെൻ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, so here I show an electrode reaction. So the electrode reaction which take place in the electrolysis of water. The cathode which undergoing reduction. ഇത് ഓർക്കാനായിട്ടുള്ള ഒരു കോഡ് പോലെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. റെഡ് കാറ്റ്. സോ റെഡ് മീൻസ് റിഡക്ഷൻ ആൻഡ് കാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു കോഡായിട്ട് വരുന്നത് കാഥോഡ്. സോ കാഥോഡിൽ എന്താ സംഭവിക്കുക? റിഡക്ഷൻ മീൻസ് വാട്ട്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. സോ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യും. ഓക്കെ, സോ ഇവിടെ റിയാക്ഷൻ വരുന്നത് 2H plus 2 ഇലക്ട്രോൺസ് ഗിവിംഗ് ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഗ്യാസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യും? കാഥോഡിൽ. ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് കാഥോഡ്. ആൻഡ് ആനോഡിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ ഈസ് ഓക്സിഡേഷൻ വിച്ച് ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ലോസ് സംഭവിക്കും. സോ ദ റിയാക്ഷൻ ഈസ് 2 വാട്ടർ വിച്ച് ഗീവ്സ് ഓക്സിജൻ പ്ലസ് 4H പ്ലസ് 4 ഇലക്ട്രോൺസ്. സോ എന്തായി? ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായി അല്ലേ. പിന്നെ ഇവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ്? ഓക്സിജൻ. സോ ഓക്സിജൻ ഗ്യാസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് ഹൈഡ്രജൻ ഗ്യാസ്. അത് തെറ്റരുത്, അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ അതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് നോക്കി വെക്കുക. ദെൻ എ സെൽ റിയാക്ഷൻ വിച്ച് ഈസ് എ ഓവറോൾ റിയാക്ഷൻ നമ്മൾ എങ്ങനെ വരും ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 വാട്ടർ ഗീവിംഗ് 2 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. സോ 2 വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ആയിട്ട് മാറുന്നു. സോ ദിസ് ഈസ് ആൻ ഇലക്ട്രോളിസിസ് റിയാക്ഷൻ. ആൻഡ് ഇവിടെ കൂടുതൽ എമൗണ്ടിൽ ഏതാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ അല്ലേ. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2:1 റേഷ്യോ. ഓക്കെ, 2:1 റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2:1 എന്നുള്ള റേഷ്യോയിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത്? കാരണം ഹൈഡ്രജൻ വിച്ച് ഈസ് 2 ആണ് ആൻഡ് ഓക്സിജൻ വിച്ച് ഈസ് 1. സോ 2:1 എന്നുള്ള റേഷ്യോയിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്? ഹൈഡ്രജൻ അല്ലേ. അതെ, ഹൈഡ്രജൻ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാഥോഡിൽ. സോ ഹൈഡ്രജൻ ഈസ് ഹൈ എമൗണ്ട്. ഓക്കെ, ദാൻ കമ്പയർഡ് ടു ഓക്സിജൻ. സോ ബിക്കോസ് 2:1 റേഷ്യോയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ലൈഡിൽ എന്താണ് ഇലക്ട്രോഡ് റിയാക്ഷൻസ് കാഥോഡിലും ആനോഡിലും ടേക്ക് പ്ലേസ് ചെയ്യണമെന്നും
ഓവറോൾ അതിൻ്റെ സെൽ റിയാക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ റിയാക്ഷൻസ്. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ ഇത് ബാലൻസ്ഡ് ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ബാലൻസ്ഡ് ഇക്വേഷൻ പറയാം. ദെൻ 2:1 റേഷ്യോയിലാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ വിച്ച് ഈസ് 2 ആൻഡ് ഓക്സിജൻ വിച്ച് ഈസ് 1. സോ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇതിൽ എന്തുണ്ടായിരിക്കാം കൂടുതലായിട്ട്. So here is the diagram for electrolysis is given. It is very important. Carefully ഓരോ പാർട്സ് നമ്മൾ വരയ്ക്കാനായിട്ടും ഡിപിക്റ്റ് ചെയ്യാനായിട്ടും സ്റ്റഡി ചെയ്യാം കേട്ടോ. സോ the first here it is an എന്താണ് ഇതൊരു ബീക്കറാണ് അല്ലേ. ആ ബീക്കറിൽ എന്തുണ്ട്, 2 ടെസ്റ്റ് ട്യൂബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹിയർ ആനോഡ് ആൻഡ് കാഥോഡ് കണക്റ്റഡ് ടു എ ബാറ്ററി. സോ ഇവിടെയാണ് ഇലക്ട്രോളിസിസ് പ്രോസസ്സ് ടേക്ക് പ്ലേസ് ചെയ്യൂല. പിന്നെ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, ആനോഡിൽ വിച്ച് അണ്ടർഗോയിങ് എന്താണ് ഓക്സിഡേഷൻ ആണ്. സോ ഓക്സിജൻ ഗ്യാസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ഓക്സിജൻ ഗ്യാസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് കാഥോഡിൽ വിച്ച് അണ്ടർഗോയിങ് റിഡക്ഷൻ ആണ്. സോ ഇവിടെ എന്താണ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതോടെയും കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പം ഈ ഒരു ആനോഡിൻ്റെ അവിടെ ഓക്സിജൻ ആണ് ഇവോൾവ് ചെയ്യുന്നതെന്നും കാഥോഡിൻ്റെ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവോൾവ് ചെയ്യണമെന്നുള്ളതും നമ്മൾ വ്യക്തമാക്കി പഠിച്ചു വയ്ക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, ഇന്റർചേഞ്ച് ചെയ്യരുത്, തെറ്റരുത്. സോ ആ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിക്കണം. ഇതാണ് ഇലക്ട്രോളിസിസ് ഡയഗ്രാം. സോ ഒരു ഓവറോൾ ആയിട്ട് ഞാൻ പറയാം, എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് പഠിക്കണം. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം. പിന്നെ അതിൻ്റെ ആ ഒരു 2-3 പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കി വയ്ക്കാം. അതായത് നോൺ സ്പോണ്ടേനിയസ് ആണ് അങ്ങനെയുള്ളത്. പിന്നെ ഇലക്ട്രോലൈറ്റ് സെൽ എന്താണെന്നും ഇലക്ട്രോലൈസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്നും അങ്ങനെയുള്ളത് നോക്കാം. നെക്സ്റ്റ് അതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൽ റിയാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇലക്ട്രോഡ് റിയാക്ഷൻസും സെൽ റിയാക്ഷൻസും പഠിക്കാം. ഇലക്ട്രോഡ് റിയാക്ഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ആനോഡ് ആൻഡ് കാഥോഡ് പഠിക്കുക. പിന്നെ സെൽ റിയാക്ഷൻസും പഠിക്കാം. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡയഗ്രാം പഠിച്ചു വയ്ക്കാം. ഡയഗ്രാം ഫോർ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ അതും പഠിക്കുക. ഇത്രയാണ് ഇതിൽ ബേസിസ് ആയിട്ട് വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.